എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ദിവസം എത്ര പൈപ്പ് പൊട്ടും? ഒരു പൈപ്പെങ്കിലും പൊട്ടാത്ത ഒരു പത്രവാർത്ത ഒരു ദിവസം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ നാഷണൽ ഹൈവേയിൽ തന്നെ മുട്ടത്തറ ഭാഗത്ത് ഒരു പ്രദേശം മുഴുവനും അടച്ചിട്ടിരിക്കുക. കാരണം പൈപ്പ് പൊട്ടിയതാണ്. അപ്പോൾ ഈ പൈപ്പ് പൊട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുഴിച്ചിട്ടും തീരാത്ത, കുഴിക്കും തോറും നിധി കിട്ടും എന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് പൈപ്പിനായുള്ള നടക്കുന്ന അറ്റകുറ്റപ്പണികളുടെ പ്രത്യേകത. ഒരു ദിവസം ശരാശരി 10 പൈപ്പെങ്കിലും പൊട്ടുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഒരു കണക്ക്. നമുക്ക് തിരുവനന്തപുരത്തെ ഈ കുടിവെള്ളത്തിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കാം. 1933 കാലഘട്ടത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കാസ്റ്റ് അയൺ പൈപ്പുകൾ ഈ കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചു തുടങ്ങിയത്. പിന്നീട് 1984 കാലഘട്ടത്തിൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചു. അതിന് ഏതാണ്ട് 30 വർഷമാണ് കാലാവധി പറഞ്ഞിരുന്നത്. പക്ഷേ സ്ഥാപിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അങ്ങിങ്ങായി പൊട്ടിത്തുടങ്ങി. നമ്മുടെ വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലെ പൈപ്പ് പൊട്ടൽ എന്ന് പറയുന്നത് ഇന്നൊരു പുത്തരിയല്ല. ഏറ്റവും വലിയ രസം, പൊട്ടിയെടുത്ത് തന്നെ ശരിയാക്കി കഴിയുമ്പോൾ വീണ്ടും പൊട്ടും. പൈപ്പ് പൊട്ടിയ ഉടനെ തന്നെ ജല അതോറിറ്റിയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. അവരുടൻ തന്നെ ഇതിൻ്റെ ചർച്ചകൾ നടത്തി ഇതിൻ്റെ കരാറുകാരെ ഇതിൻ്റെ പണി ഏൽപ്പിക്കുന്നു. ഈ പൈപ്പ് പൊട്ടലിൻ്റെ അറ്റകുറ്റപ്പണിയുടെ വിശദാംശങ്ങൾ മലയാള മനോരമ പത്രത്തിൽ ഒരു ഫീച്ചറുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ചെറിയ പൈപ്പ് പൊട്ടുകയാണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ, 10 അടി നീളമുള്ള പൈപ്പ് പൊട്ടുകയാണെങ്കിൽ അതിന് 2.5 ലക്ഷം രൂപ. അങ്ങനെ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്നാണ് നിർദ്ദേശം. ഒരു പൈപ്പ് പൊട്ടലിന് ശരാശരി 6 മുതൽ 12 പണിക്കാർ വരെ ഇതിൻ്റെ കൂടെ വേണം. ഇത് ചെയ്യുവാൻ പ്രത്യേക സിദ്ധി ലഭിച്ച കരാറുകാരും ജല അതോറിറ്റിയുടെ കൂടെയുണ്ട്. ഇത് ഇങ്ങനെ നിരന്തരമായി അവർക്കറിയാം അതെപ്പോൾ പൊട്ടും, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം അറിയാം. ഇതിൽ വൻ അഴിമതിയും നടന്നിട്ടുണ്ട്. 90 ലക്ഷം രൂപയുടെ ഒരു പൈപ്പ് ചോർച്ച പ്രോഗ്രാമിന് 0.5% കൈക്കൂലി ചോദിച്ച ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടിച്ച വാർത്തയും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മുടെ അരുവിക്കരയിൽ നിന്നും ഏകദേശം 348 ദശലക്ഷം ലിറ്ററാണ് ഒരു ദിവസം നഗരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് വരുന്നത്. ദിവസവും 12 ലക്ഷം പേരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. ഇനി ജപ്പാൻ കുടിവെള്ള പദ്ധതി കൂടി വന്നു കഴിയുമ്പോൾ ഇത് ഏതാണ്ട് 25 ലക്ഷത്തോളം പേർക്ക് ഈ കുടിവെള്ളം പ്രയോജനപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. ഈ അരുവിക്കരയിൽ നിന്ന് വരുന്ന ജലം തിരുവനന്തപുരം നഗരത്തിന് കൂടാതെ തന്നെ അരുവിക്കര, വെള്ളനാട്, കരകുളം എന്നീ പഞ്ചായത്തുകൾക്കും, അതുകൂടാതെ തിരുവനന്തപുരത്ത് ഏകദേശം പള്ളിപ്പുറം വരെയുള്ള ഭാഗത്തും ഈ അരുവിക്കരയിൽ നിന്നുള്ള ശുദ്ധജലമാണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശുദ്ധജല വിതരണത്തിനായി 5 പ്ലാന്റുകളുണ്ട്. അതിൽ 4 എണ്ണം വെള്ളയമ്പലത്തും 1 എണ്ണം അരുവിക്കരയിലുമാണ് ഉള്ളത്. 98 MLD, 80 MLD, 75 MLD, 72 MLD അത്രയും കപ്പാസിറ്റിയുള്ള പമ്പുകളാണ് വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്നത്. 36 MLD കപ്പാസിറ്റിയുള്ള ഒരു പമ്പിംഗ് സ്റ്റേഷനാണ് അരുവിക്കരയിൽ പ്രവർത്തിക്കുന്നത്. അരുവിക്കര ഡാമിൽ 46.3 മീറ്റർ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ പമ്പിംഗ് നടക്കുകയുള്ളൂ. അരുവിക്കര ഡാമിൻ്റെ കപ്പാസിറ്റി 46.6 മീറ്ററാണ്. ഇതിൽ തന്നെ ചെളിയും പായലുമൊക്കെ നിറഞ്ഞ് ഇതിൻ്റെ സംഭരണ ശേഷി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അരുവിക്കരയിലെ മണൽ കെട്ടിടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ചെളി നീക്കൽ തുടങ്ങിയൊരു വലിയൊരു യജ്ഞം തന്നെ നടന്നു. പക്ഷേ അത് പകുതി വഴിയിൽ തന്നെ സാങ്കേതിക കാരണങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടും കാരണം ഉപേക്ഷിക്കുകയാണുണ്ടായത്. ജല അതോറിറ്റിയുടെ ഒരു കണക്ക് പ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം 135 ലിറ്റർ വെള്ളമാണ് വേണ്ടി വരുന്നത്. ഇത് മറ്റ് മേഖലകളിലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയോളം വെള്ളത്തിൻ്റെ ചെലവുണ്ട്. ജല അതോറിറ്റി തന്നെ പരീക്ഷണ അടിസ്ഥാനത്തിൽ പോളിത്തിലീൻ ഹൈ ഡെൻസിറ്റി പൈപ്പുകളാണ് ഈ പൈപ്പ് പൊട്ടലിന് പരിഹാരം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മണ്ണന്തല പേരൂർക്കട ഭാഗത്ത് അവരതിൻ്റെ ഒരു ടെസ്റ്റ് വർക്ക് നടത്താൻ പോകുന്നതായാണ് അറിഞ്ഞിട്ടുള്ളത്. ശാസ്ത്രീയമല്ലാതെയുള്ള റോഡ് നിർമ്മാണം, അതുപോലെ ഭാരമേറിയ വാഹനങ്ങളുടെ പോക്ക് തുടങ്ങിയവയൊക്കെ നമുക്ക് പൈപ്പ് പൊട്ടലിൻ്റെ കാരണമായി പറയാമെങ്കിലും മറ്റു നിരവധി കാരണങ്ങൾ, ഈ പൈപ്പ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയനാഡിയിലൂടെയൊക്കെ പോകുന്ന കാലാവധി കഴിഞ്ഞ പൈപ്പുകളും ഗുണനിലവാരമില്ലാത്ത പൈപ്പുകളും ഒക്കെയാണ് ഈ നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ഈ പൈപ്പ് പൊട്ടലിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു പൈപ്പ് പൊട്ടി പൈപ്പ് അടച്ചു കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിൽ വീണ്ടും പമ്പിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാകാൻ 2 ദിവസം വേണം. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഈ ജലവിതരണം എന്ന് പറയുന്നത് പഴയതിനേക്കാൾ ഇരട്ടിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായി മാറുന്ന ഈ ഒരു അവസരത്തിൽ വളരെയധികം
മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിയും ഒരു 50 വർഷത്തേക്കുള്ള ഒരു വെൽ ഡെവലപ്ഡ് പ്ലാനിംഗ് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പൈപ്പ് പൊട്ടലിനും അതുപോലെ തന്നെ ശുദ്ധജല വിതരണത്തിനും നല്ലൊരു അവസ്ഥ ഉണ്ടാവുകയും. ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ചാനലിൽ പൊതുവെ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പങ്കുവയ്ക്കാത്തതാണ്. പക്ഷേ പൈപ്പ് പൊട്ടലിനെ കുറിച്ചുള്ള വാർത്ത ഇങ്ങനെ നിരന്തരമായി പത്രമാധ്യമങ്ങളിൽ വരുമ്പോൾ അവയൊക്കെ ഒരു ചർച്ചാ വിഷയമാകുവാൻ ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ തിരുവനന്തപുരം നഗരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാജഭരണ കാലത്തുള്ള ഒരു സ്ട്രക്ചറാണ്. അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലും അന്നത്തെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുമാണ് ഈ പൈപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ കാലം മാറുകയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ വരികയും കെട്ടിടങ്ങൾ വരികയും ജനപ്പെരുപ്പം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയിലെത്തുന്ന ഒരു സമയത്ത് ഈ ശുദ്ധജല വിതരണം എന്ന് പറയുന്നത് വലിയൊരു കീറാമുട്ടി പ്രശ്നം തന്നെയാണ്. നമ്മുടെ ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ടൗൺ പ്ലാനിംഗ് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടും വെള്ളത്തിൻ്റെ വിതരണത്തിന് വളരെ മികച്ച രീതിയിലുള്ള ഒരു ഘടനയുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ ഈ പൈപ്പുകളെല്ലാം പഴയ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവയൊക്കെ ഇനി മാറി മാറി വരികയാണ്. പക്ഷേ ഈ ഓരോ പൈപ്പ് പൊട്ടുമ്പോഴും ഈ ഓരോ അറ്റകുറ്റപ്പണി നടക്കുമ്പോഴും അന്ന് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ 2 ദിവസം ആ ഒരു പ്രദേശത്തെയും മാത്രമല്ല മൊത്തത്തിലുള്ള നാടിൻ്റെ അവസ്ഥയെ പിടിച്ചു കുലുക്കുന്ന ഒന്നായി പൈപ്പ് പൊട്ടൽ മാറിയിരിക്കുക. നിർമ്മാണത്തിലെ നിരവധി അപാകതകൾ കൊണ്ടും നിരവധി അഴിമതികൾ കൊണ്ടും ഒക്കെയാണ് സുശക്തമായ രീതിയിലുള്ള ഒരു ജലവിതരണ സംവിധാനം നമുക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ നടത്തുവാൻ സാധിക്കാതെ പോയത്. അപ്പോൾ തിരുവനന്തപുരത്തെ കാണാക്കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ഒരു ചാനലിൽ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് വളരെയധികം നന്ദി അറിയിച്ചതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവും മറ്റൊരു കാണാക്കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.